വാഴ 2. ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോഴേ ഞാൻ എൻ്റെ ഡ്രസ്സൊക്കെ ഇട്ട് ഒരുങ്ങി നിൽക്കുകയാണ്. എങ്ങോട്ടാണെന്നല്ലേ, ഒരു സിനിമ കാണാൻ പോവാണ്. ഏത് സിനിമയാണെന്ന് ചോദിച്ചാൽ ഇപ്പൊ ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന വാഴ 2 എന്ന അടിപൊളി സിനിമയാണ് ഞങ്ങൾ കാണാൻ പോകുന്നത്. അങ്ങനെ സിനിമയൊക്കെ കാണാൻ പോവാം, പക്ഷേ നമുക്ക് തിയേറ്ററിൽ ചെല്ലുമ്പോഴത്തേക്ക് ഫ്രഷ് ആയിട്ട് എന്തെങ്കിലും നല്ല വൃത്തിയായിട്ട് കുടിക്കാൻ പറ്റണ്ടേ. അപ്പൊ ഞാൻ വിചാരിച്ചു വീട്ടിൽ നിന്ന് തന്നെ ഒരു സോഡ നാരങ്ങ തയ്യാറാക്കിക്കൊണ്ട് പോയാലോ. അപ്പൊ പഞ്ചസാര നമ്മുടെ മിക്സിയുടെ ജാറിൽ പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നേ, അത് ഇട്ടിട്ടുണ്ട്. അതിനകത്തേക്ക് നാരങ്ങയും പിഴിഞ്ഞൊഴിച്ചു. പിന്നെ നമ്മൾ ആ സോഡയായിരുന്നു നിങ്ങൾ കണ്ടത്. സോഡയും കൂടെ പൊട്ടിച്ചൊഴിച്ചപ്പോൾ നമ്മുടെ സോഡ നാരങ്ങയോളം തയ്യാറായിട്ടുണ്ട്. കുപ്പിക്കകത്ത് ഒഴിച്ച് നേരെ കൊണ്ടുപോവാണേ. അപ്പോഴേ അവിടെ ആകുമ്പോൾ നമുക്ക് പെപ്സിയും പിന്നെ എന്താ കൊക്കക്കോള, 7up ഒക്കെ അല്ലേ കിട്ടത്തുള്ളൂ. അപ്പോൾ എനിക്കാണെങ്കിൽ ഡയറ്റ് ആയതുകൊണ്ട് അതൊന്നും പറ്റത്തില്ല കേട്ടോ. ഞാൻ അതൊക്കെ കുടിച്ചിട്ട് ഏകദേശം 2-3 വർഷമായി. അതൊന്നും ഞാൻ കുടിക്കാറുമില്ല. അപ്പോഴത്തേക്ക് പിന്നെ അച്ചായിയാണ് ലേസും കുറയ്ക്കാനുള്ള പരിപാടിയൊക്കെ വരുന്ന വഴി മേടിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ കുടിക്കാൻ വെള്ളവും കൂടെ തയ്യാറാക്കിയാൽ പിന്നെ നമുക്ക് സിനിമ കാണുമ്പോൾ ഒരു മൂഡ് വരാനുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളാണെങ്കിൽ ഈ സിനിമ കാണാൻ വേണ്ടി ഒരാഴ്ച കൊണ്ട് ടിക്കറ്റ് തപ്പുവാണ്. പക്ഷെ കിട്ടുന്നില്ല. നമ്മളെ വീടിൻ്റെ അടുത്തൊക്കെ ടിക്കറ്റ് നോക്കിയിട്ട് കിട്ടുന്നതേ ഇല്ല. എന്ന് വെച്ചാൽ അത്രയ്ക്ക് തിരക്കാണല്ലോ. അങ്ങനെ നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ RP മാളിൻ്റെ അടുത്ത്, നമ്മുടെ വേളാങ്കണ്ണി മാതാവിൻ്റെ പള്ളിയുടെ അടുത്ത് തന്നെ വരുന്ന നമ്മുടെ പണ്ട് അർച്ചന ആരാധന തിയേറ്റർ ആയിരുന്നു. ഇപ്പോൾ GMAX ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ GMAXിലാണ് വന്നത്. ഞാൻ ഈ തിയേറ്ററിൽ 2006-2007 എൻ്റെ അച്ഛൻ്റെ കൂടെയാണ് ലാസ്റ്റ് ഈ തിയേറ്ററിൽ സിനിമ കാണാൻ വന്നിരിക്കുന്നത് കേട്ടോ. അന്ന് ഈ തിയേറ്ററിൻ്റെ പേര് അർച്ചന ആരാധന എന്നായിരുന്നേ. ഇപ്പോൾ ഞാൻ എൻ്റെ അച്ചായിയുടെ കൂടെയും അമ്മയുടെ കൂടെയാണ് ഈ തിയേറ്ററിൽ സിനിമ കാണാൻ വന്നിരിക്കുന്നത്. ഇപ്പോൾ ഇത് GMAX ആക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളിത് വന്നിട്ടുണ്ട്. അപ്പം ഞങ്ങൾ കൃത്യം 9 മണിയായപ്പോൾ തന്നെ നമ്മുടെ തിയേറ്ററിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ഒരു പ്രത്യേകതയുണ്ട്, സിനിമ തുടങ്ങുന്നതിന് മുമ്പ് എത്തിയിരിക്കും തിയേറ്ററിൽ എങ്ങനെയായാലും. അങ്ങനെ ടിക്കറ്റൊക്കെ നമ്മൾ ഓൺലൈൻ ബുക്കിംഗ് ആയിരുന്നു. ഓൺലൈൻ ബുക്കിംഗ് ആയതുകൊണ്ട് നമുക്ക് അവിടെ പോയി എല്ലാം മേടിക്കണമല്ലോ. മേടിച്ച് ഞങ്ങൾ മേളിലേക്ക് ചെന്നു. അതിനവർ പറഞ്ഞു, അയ്യോ അവിടെ അല്ല ചേട്ടാ, താഴേക്ക് ചെന്നാൽ മതി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. പകുതി മുക്കാലും ആളും തിയേറ്ററിനകത്ത് കയറി കഴിഞ്ഞിരുന്നു. അങ്ങനെ തന്നെ ഞങ്ങൾ നമ്മുടെ ടിക്കറ്റൊക്കെ കാണിച്ചിട്ട് നമ്മൾ നമ്മുടെ സിനിമ കാണാനായിട്ട് അകത്തേക്ക് കയറുവാണ് കേട്ടോ. ഇനി നമ്മുടെ സിനിമയെ പറ്റി പറയാനാണെങ്കിൽ അടിപൊളി സിനിമ. ഇത് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് പോയി കണ്ടിരിക്കണം കേട്ടോ. തിയേറ്ററിൽ കാണുന്ന എക്സ്പീരിയൻസ് ഒന്ന് വേറെ തന്നെയാണ് മക്കളെ. അതുപോലെ തന്നെ നമ്മുടെ സൗഹൃദത്തിൻ്റെ കഥ, പിന്നെന്താ പറയുക, 2 മക്കളൊക്കെ ഉള്ള ഒരു വീടുകളാണെങ്കിൽ തീർച്ചയായിട്ടും അവർ കുടുംബത്തോടൊപ്പം പോയി ഒരു സിനിമ കാണണം കേട്ടോ. സൗഹൃദവും സഹോദര സ്നേഹവും എന്താ പറയുക, എല്ലാം പുതുതലമുറ എന്ത് തന്നെ പറഞ്ഞാലും കണ്ടിരിക്കേണ്ട, മസ്റ്റായിട്ട് കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ്. അപ്പോൾ കൂടുതലും യൂത്ത് ആണ് ഈ സിനിമ കാണാൻ തിയേറ്ററിൽ എത്തുന്നത്. നമ്മുടെ ഫാമിലി എത്തുന്നുണ്ട്, എന്നാലും യൂത്ത് പിള്ളേരാണ് കൂടുതലും എത്തുന്നത്. പക്ഷേ അവർക്ക് ഈ സിനിമ കണ്ട് ഇറങ്ങുമ്പോൾ ഉണ്ടല്ലോ നല്ലൊരു ഉപദേശമാണ്. സാറന്മാർക്കായാലും ആർക്കായാലും അത്രയ്ക്ക് അടിപൊളി സിനിമയാണ്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. എന്തായാലും നിങ്ങൾ വാഴ 2 കാണാത്തവരാണെങ്കിൽ പോയി കാണുക. ഓക്കെ, ടാറ്റാ.